അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പോയത് തുടങ്ങിയിട്ടേ ഇല്ല. വിളിച്ചും കേൾക്കാത്ത ഉറങ്ങിനല്ലേ? എനിക്ക് ബേജാറില്ല. കുറച്ച് സൗണ്ടെല്ലാം കൂട്ടിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ബിസ്മില്ലാഹിൽ അസീമിൽ ഖുദ്റത്തി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളിദ് ദീൻ വൽ ഖുർആൻ. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة. جزاك الله عنا يا سيدنا يا رسول الله. جزاك الله عنا يا سيدنا يا حبيب الله. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. المسلم من سلم المسلمون من لسانه ويده. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ നമ്മുടെ എല്ലാം ആത്മീയ നേതൃത്വം, താഴ്മയുടെ പ്രതീകം, അഭിയന്നരായ ഖാദി ഷെയ്ഖുന പാത്തൂർ ഉസ്താദ് അവരുകൾ, അല്ലാഹു ആ മഹാമനുഷ്യക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണം. അല്ലാഹ് അഭിയന്നരായ ഉസ്താദിന്റെ പുഞ്ചിരി തൂകുന്ന പൂമുഖം ഒരുപാട് കാലം കാണാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം. അല്ലാഹ് ഉസ്താദിന്റെ ഇൽമിലും അമലിലും നീ ബറക്കത്ത് ഏറ്റി കൊടുക്കണം. അല്ലാഹ് അവിടുത്തെ ദറജ നീ ഉയർത്തി കൊടുക്കണം. അല്ലാഹ് അതുപോലെ ഇവിടുത്തെ ഖതീബും പ്രഗൽഭ പണ്ഡിതനും പ്രിയ സുഹൃത്തുമായ ഷംസുദ്ദീൻ അഷ്റഫി ഉസ്താദ് അവരുകൾ, ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് എന്നെക്കാട്ടിയും മുമ്പിൽ മുദരിസായി സേവനം ചെയ്ത അഭിയന്നരായ അഷ്റഫി ഉസ്താദ് അവരുകൾ, അല്ലാഹു ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇവിടെ സ്വാഗതം മോദിയ ഉസ്താദ് അവരുകൾ, ഇവിടത്തെ അധ്യക്ഷത വഹിക്കുന്ന മൊഹീദ്ദീൻ കുഞ്ഞി ഹാജി അവരുകൾ, സംയുക്ത ജമാഅത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ഉമറാ നേതാക്കന്മാർ, ജമിയത്തുൽ മുതഅല്ലിമീൻ ദിക്ർ ഹൽഖ മജ്ലിസ് പാത്തൂർ, ഇതിന്റെ നല്ലവരായ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാർ, ഖജാൻജി അടക്കമുള്ള ഭാരവാഹികൾ, ഇവിടത്തെ ജമാഅത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ നല്ലവരായ മുഅ്മിനീങ്ങൾ, മദനി ഉസ്താദ് അടക്കമുള്ള ഇവിടെ സ്റ്റേജിലുള്ള ഒരുപാട് ഉസ്താദുമാർ, സദസ്സിലുള്ള ഇതിന്റെ ഭാരവാഹികളായ ഉസ്താദുമാർ, മറ്റു ഇവിടെ ഒരുമിച്ച് കൂടിയ നല്ലവരായ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ, മുതഅല്ലിമീൻ, എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. മഞ്ഞ് ഒക്കെ കൂടുതലുണ്ട്. ഇനിയും 2 ദിവസങ്ങൾ നിങ്ങൾക്ക് നിരന്തരമായ പരിപാടിയൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് പറഞ്ഞ് മടുപ്പ് വരുന്നതിന് മുമ്പ് നിർത്തണം എന്നുള്ളതാണ് ഓരോന്നിന്റെയും തർത്തീബ്. അങ്ങനെയാണ്
അല്ലേ? മടുപ്പെത്തുന്നതിന് മുമ്പ് വയലാണെങ്കിലും ഏതാണെങ്കിലും അതിനെല്ലാം ഒരു കണക്കുണ്ട്. ഈയിടെ ഒരു സ്ഥലത്ത് വയൽ കേട്ട് എല്ലാവരും അപ്പുറം ഇപ്പുറവും സമയം നോക്കുന്ന എല്ലാം ചെയ്യുന്നു. ഈ ഉസ്താദാണെങ്കിൽ നിർത്തുന്നേ ഇല്ല. കാരണം ഷീറിനുള്ളത് കൊണ്ട് ആൾക്കാർക്ക് പോവാനും വകുപ്പില്ല. പാതിരാ നേരം കഴിഞ്ഞിട്ട് നിർത്തുമ്പോ ഉസ്താദ് പറയുന്നത്, ഞാൻ സുബയോളം പറഞ്ഞെങ്കിലും നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടെന്ന് എനിക്കറിയാം. പറയുമ്പോണ്ട് ഓരോരുത്തന്റെ കണ്ണ് ഇത്ര വലുത്. അതിന്റെ സുബയോളം ഇപ്പൊ എന്നോട് പാതിരാ കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും തോന്നാത്ത രൂപത്തിൽ നമുക്ക് വേഗം നിർത്തണം. ഞാൻ ഉസ്താദോട് തുടങ്ങുമ്പോ തന്നെ പറഞ്ഞു, ഉസ്താദ് മെല്ലെ പോന്നങ്ങ് പോയി, നമുക്ക് റായത്തിൽ വേറെന്തെങ്കിലും പറയാല. ആ ധൈര്യത്തിന് വേണ്ടി ഉസ്താദോട് അങ്ങനെയും പറഞ്ഞു. അപ്പൊ ഉസ്താദ് തന്നെ കുറച്ചു നേരം ഇരിക്കുന്നു പറഞ്ഞാട്ട് അല്ലാഹു തആല ആ ഉസ്താദിന് നമുക്കൊക്കെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളെ പോലെയുള്ള ഉസ്താദന്മാരൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെയുള്ള പച്ചയായ മനുഷ്യൻ, ആ പച്ചയായ മനുഷ്യൻ ഇവിടെ ഉസ്താദ് ഓതി വെച്ച പോലെ ഖൽബിൻ സലീം, അങ്ങനെ ഒരു സലീമായ ഖൽബിന്റെ ഒരു നേതൃത്വമാണ് അഭിവന്ദരായ ശൈഖുനാ പാത്തൂർ ഉസ്താദ്. ആനക്കല്ലുണ്ടാകുമ്പോ ആ കാലം മുതലേ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ വിനയം, അവിടുത്തെ സംസാരം എന്തുകൊണ്ടും നമുക്ക് എടുത്തു പറയത്തക്ക രൂപത്തിൽ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഇടയിലുള്ള വലിയൊരു മുത്തു മാണിക്യമാണ് ശൈഖുനാ പാത്തൂർ ഉസ്താദ് അവർ. യാ അല്ലാഹ്, മഹാമനീഷിക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം അല്ലാ. കണ്ട നാൾ അന്ന് മുതലേ ആ മഹാനുഭാവൻ എനിക്ക് ഇഷ്ടമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു ആ ഉസ്താദിന് ഒരുപാട് കാലം നമുക്ക് നേതൃത്വം കൊടുക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഒരൽപ്പം കാര്യങ്ങൾ, വലിയ വയലൊന്നും, നിങ്ങളൊക്കെ നല്ല അർത്ഥവത്തായ ചെറിയ സമയം കൊണ്ട് വലിയ ആശയം ഉൾക്കൊള്ളുന്ന ഉദ്ഘാടന പ്രസംഗമാണ് നമ്മൾ ഇവിടെ കേട്ടിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ഇൽമിൽ അമലിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇവിടെ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു വെച്ച പോലെ നമ്മുടെ ഖൽബ് സലീമായ ഖൽബാകണം. അതിന്റെ മറ്റൊരു വശമാണ് ഞാൻ ഓതിയത്, തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. അതും തന്നെയാണ് ഉള്ളും പുറവും ശുദ്ധിയാകുക എന്നുള്ളതാണ്. നമ്മുടെ ഖൽബും ശുദ്ധമാകണം, നമ്മുടെ ലാഹിറും ബാത്തിനും ശുദ്ധമാകണം. എന്നാലേ ഗുണം കിട്ടുകയുള്ളൂ. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസതിന്റെ കോലം നീ വരുത്തണ്ട. ഉള്ളും പുറവും ശുദ്ധമാകണം. അങ്ങനെ ശുദ്ധമായവന്റെ ഖബറാണ് പ്രകാശിക്കുക. മരിക്കുമ്പോൾ അവന്റെ മുഖമാണ് പ്രകാശിക്കുക. ഉള്ളും ശുദ്ധമാകണം, പുറവും ശുദ്ധമാകണം. അള്ളാഹ്ക്ക് വൃത്തിയുള്ളവരെ ഇഷ്ടമാണ്. വൃത്തിയുള്ളവരെ റബ്ബിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഉള്ളും പുറവും വൃത്തിയുള്ളവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളിൽ പെട്ടവരാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തത്വഹിരീൻ. നല്ല വൃത്തിയുണ്ടാകണം. ഒരാളുടെ വൃത്തി ക്ലീൻ അറിയാൻ അവന്റെ ചെരുപ്പിലേക്ക് നോക്കണം എന്നാണ്. അവന്റെ ചെരുപ്പ് ഇപ്പൊ നോക്കണ്ട അല്ലെ, ഗടിപിടിയാക്കണ്ട, പെരക്കെല്ലാം പോയിട്ട് നോക്കാം അല്ലെ. ഇല്ലെങ്കിൽ ചെരുപ്പിനെ വെച്ചിട്ട് അപ്പുറം വെച്ചോളി, ആരും കാണണ്ട. ചെരുപ്പ്, ഒരു മനുഷ്യന്റെ ചെരുപ്പ് അവന്റെ വൃത്തിയെ അറിയിക്കുന്നുള്ളതാണ്. കാരണം നമ്മുടെ കൾച്ചർ, നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോ നമ്മൾ ചെരുപ്പഴിച്ചു വെക്കൽ എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ നമ്മുടെ ചെരുപ്പ് എങ്ങനെയാണ്? വീട്ടിന്റെ മുറ്റത്ത് ഒരുപാട് ചെരുപ്പുകൾ അപ്പുറം ഇപ്പുറമൊക്കെ വീണ് കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടുകാരൻ വൃത്തിയില്ലാത്തവനാണെന്നാണ്. വൃത്തിയുള്ളവർ കാലിൽ ധരിക്കുന്ന ചെരുപ്പ് പോലും വൃത്തിയോടെ സൂക്ഷിക്കുന്നവരാണ് അല്ലേ? നമ്മുടെ ചെരുപ്പ് എങ്ങനെയാണോ, നമ്മൾ ചെരുപ്പിന്റെ വൃത്തി നമ്മുടെ സ്വന്തം കൈകൊണ്ട് നമ്മുടെ ഷൂ പോളിഷ് ചെയ്തിട്ടുണ്ടോ നമ്മള് അല്ലെ? നമ്മൾ സ്വന്തമായി ചെരുപ്പ് കഴുകിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ സ്വന്തമായി ചെയ്യണം. എല്ലാം ഭാര്യയുടെ അവിടെ ചെരുപ്പുണ്ട്, എടുത്തിട്ട് വരച്ചിട്ട് വെക്ക്, അങ്ങനെയല്ല. നമ്മൾ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടു ജോലികൾ, വൃത്തിയാക്കലുകൾ പലതും ഹബീബ് തങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളും അങ്ങനെ കുറേശ്ശെയൊക്കെ ചെയ്യണം. പെണ്ണുങ്ങളുടെ വൃത്തി എന്ന് പറഞ്ഞാല് കിച്ചന് വൃത്തി ഉണ്ടാകണം. ടോയ്ലറ്റും കിച്ചനും വൃത്തിയുണ്ടെങ്കിൽ ആ പുരക്കാരത്തി വൃത്തിയുള്ളോള് എന്നാണ് അർത്ഥം.
ഇന്ന് വീട്ടിൽ ഏറ്റവും വൃത്തിയില്ലാത്ത ഇടം ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ, കിച്ചൺ. ബിർന്നർ വന്നെങ്കിൽ പെണ്ണുങ്ങ പറയൂ, ഇപ്പൊ കയറ്റല്ല ഒത്തരാക്കാന്ന് കീഞ്ഞത്ര അപ്പൊ നിങ്ങ വന്നേ. ഇത് എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും വരുമ്പോ എപ്പോഴും പാത്രം ഇങ്ങനെ ബാസിന്റെ കുണ്ടിൽ വീണ്ടിട്ടുണ്ടാകും. ആരെങ്കിലും വരുമ്പോ പറയാനൊരു ഡയലോഗ് വേണ്ടേ, ഞാൻ ഇപ്പൊ ഒത്തരാക്കാന്ന് പറഞ്ഞിട്ട് കീഞ്ഞ ഈ കിടാക്കൊണ്ടല്ലേ വലിച്ചിട്ടിട്ട് കിടാക്കക്ക് ദൂറും. കിടാക്ക ഇട്ടിട്ട് 3 നാളായി കളിച്ചിട്ട് എടുത്തു വെച്ചിട്ടില്ല. ആരെങ്കിലും പേര് കിടാക്കക്ക്. ആ രൂപത്തിലാവരുത്. വൃത്തിയുണ്ടാകണം. വീട് മാത്രമല്ല, നിങ്ങൾ യഹൂദികളോട് നിങ്ങൾ മാറ് കാണിക്കണം. യഹൂദികൾ വീട് മാത്രം വൃത്തിയാക്കുന്നവരും പരിസരം വളരെ വൃത്തിഹീനമായ അന്തരീക്ഷവുമാണ്. അല്ല, വീട് വൃത്തിയായ പോലെ വീടിന്റെ പരിസരങ്ങളും വൃത്തിയാകണമെന്നുള്ളതാണ്. വീടിന്റെ പരിസരം വൃത്തിയുള്ളതായാൽ റഹ്മത്തിന്റെ മാലാഖമാർ ആ വീട്ടിലേക്ക് അടുത്തു വരുന്നാണ്. റഹ്മത്തിന്റെ മലക്കുകൾ വരണമെങ്കിൽ വീടും പരിസരവും വൃത്തിയുണ്ടാകണം. 2 വൃത്തിയും കൂട്ടി വായിക്കണം. നമ്മൾ വീടും പരിസരവും ബാഹ്യമായ വൃത്തിയുണ്ടാകണം. നമ്മളെ വീട് ബാഡ് സ്മെല്ലാണോ അതല്ല നല്ല സുഗന്ധവാസ നമുക്കറിയാൻ കഴിയില്ല. നമുക്ക് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകള് ചില ആള് ചില പുരക്ക് പോയെങ്കിൽ 2ാമത് പോയാല മത്തി തുയ്ക്കുന്നതിൽ അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ചില വീട്ടിലേക്ക് പോയാൽ ആടെയും കോയിക്കാഷ്ടം, ഇവിടെയും കോയിക്കാഷ്ടം. കോയിനല്ലാത്ത സുബുദ്ധീക്ക് നിങ്ങൾ കോയിനെ കുറ്റം പറയണ്ട. ഹബീബുനാ റസൂലുള്ളാഹ് വീട്ടിൽ കോഴി ബറക്കത്താണ്. കോഴി ഉണ്ടാക്കണം. അത് പൂവൻ കോഴിയായാൽ നല്ലത്. അതിലും വെളുത്ത കോഴിയായാൽ അതിനെ കാട്ടിയും നല്ലത്. കണ്ണേറുകൾ തടുക്കാൻ, ഉപദ്രവങ്ങൾ തടുക്കാൻ, വീട്ടുകാർക്കുണ്ടാകുന്ന മുസീബത്തുകൾ തടുക്കാൻ ചിലപ്പോ കോഴി ഉപകാരപ്പെട്ടെന്ന് വന്നേക്കാം. എന്തെങ്കിലും ഒരു ജീവി വീട്ടിലുണ്ടാകുന്നത് നല്ലതാണ്. അത് കോഴിയോ പ്രാവോ മറ്റേതുമാകട്ടെ, എന്തെങ്കിലും ഒരു പൂച്ചയോ എന്തെങ്കിലും ഒരു ജീവി വീട്ടിലുണ്ടാകുന്നത് നല്ലതാണ്. നായ നജസല്ലാന്ന് പുതിയ യൂട്യൂബേഴ്സിന്റെ ഫത്വയൊക്കെ കണ്ടു. അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് അല്ലെ, നായിന്റെ ബായ് മാത്രം നജസ്, നാവ് മാത്രം നജസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചില ഫത്വക്കാർ, യൂട്യൂബേഴ്സ്, ബ്ലോഗർമാർ ഇറങ്ങി പുറപ്പെട്ട കാലമാണ്. അങ്ങനെയൊന്നുമല്ല. മഹാന്മാർ നമ്മൾ മദ്രസയിൽ നിന്ന് കിതാബിൽ നിന്ന് പഠിച്ചെടുത്ത ആശയമാണ് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത്. അതല്ലാതെ ഈ വ്യത്യസ്തങ്ങളായി ദീനിനെ ഫസാദാക്കുന്ന ആളുകളിൽ നിന്നല്ല ദീന് പഠിക്കേണ്ടത്. ഇതുമാകട്ടെ, വീട്ടിൽ കോഴി ഉണ്ടാകണം. കോഴിയുണ്ട്, ആടുണ്ട്, വിരോധമല്ല. ആട് വളർത്തൽ നല്ലതാണ്. പക്ഷെ മറ്റോന് ബുദ്ധിമുട്ടാവരുത് നമ്മുടെ കോഴി, മറ്റോന് അടങ്ങേറാവരുത് നമ്മുടെ ആട്. മാത്രമല്ല, വീട്ടിലേക്ക് കയറി വരുന്നവർക്ക് ദുർവാസന ഉണ്ടാക്കുന്ന ഒന്ന്. ആ രൂപത്തിൽ നമ്മുടെ ആട് വളർത്തലാവരുത്, നമ്മുടെ കോഴി വളർത്തലാവരുത്. നല്ല വൃത്തിയോടെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. വൃത്തിയോടെ സൂക്ഷിക്കണമെന്നാലേ ഇതിലൊക്കെ നന്മയുള്ളൂ. വൃത്തിയാണ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയാകണം. വീട്ടില് പൂവിന്റെ ചെടി നടുന്നത് പെണ്ണുങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഏടെ നഴ്സറി കണ്ടെങ്കിൽ പറയൂ, ഒന്ന് വാങ്ങണം, 2 വാങ്ങണം. കൂലിയുള്ളതാണ്. വെള്ളമൊഴിക്കണം, പൂച്ചെടികൾ വളർത്തിയെടുക്കണം, കൃഷികൾ ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ ഖൈറാണ്, അതൊക്കെ ബറക്കത്താണ്. പക്ഷെ അതിന്റെ കൂടെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകാതെ ഉണങ്ങി വീട്ടിൽ ബാക്കിയായാൽ ആ വീട്ടുകാർക്ക് ബറക്കത്തില്ല. പൂച്ചെടി ഉണ്ടായിട്ട് കാര്യമില്ല. അല്ല, ഒരുപാട് പൂന്റെ അവിടെ തൂക്കിയിട്ടതും സിറ്റ് ഔട്ടിൽ വേറെ വെച്ചതും നട്ടുപിടിപ്പിച്ചത് വേറെയും, അങ്ങനെ എന്തുണ്ടായിട്ടും കാര്യമില്ല. വീട്ടിൽ കഴിച്ച ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഉണങ്ങുന്നതിന് മുമ്പ് രാത്രിയുടെ പാത്രം രാത്രി, രാവിലെയുടെ പാത്രം രാവിലെ, ഇതൊക്കെ നമ്മൾ കഴുകണം. ആര് കഴുകണം? ഞാൻ പെണ്ണുങ്ങൾ തന്നെ പറയുന്നില്ല. പെണ്ണുങ്ങൾ തന്നെ പറയാൻ പറ്റും നമുക്ക്, നമ്മളും കൂടെ ഉണ്ട്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കാത്തുക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് നിൽക്കുമ്പോ അപ്പുറത്ത് ബസ്സിന് കാക്കുന്ന പെണ്ണും കണ്ട് അതാ പെണ്ണുങ്ങളെ പറയുന്ന ഉസ്താദാടെ ഞാൻ കേട്ട് അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, തല്ലാത്ത ഭാഗ്യം 4-5 പെണ്ണുങ്ങളുണ്ട് അപ്പുറം ഇപ്പുറം ഒക്കെ. അതുകൊണ്ട് പെണ്ണുങ്ങളെ മാത്രല്ല, പാത്രം കഴുകൽ ആണിനും ചെയ്യാം. മക്കളെ നോക്കണം, വൃത്തിയാക്കണം, ഭക്ഷണം ഉണ്ടാക്കണം. ഒരു നേരത്തെ പാത്രം കഴുകിയ ഒന്നും ഇവിടെ നഷ്ടപ്പെടാനില്ല. എന്തെങ്കിലും പോവോ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ആ വീട്ടിൽ അത് കഴുകിയിരിക്കണം.
ഇനിയിപ്പോ ജമിയത്തുൽ മുത്തഅല്ലിമീന്റെ പരിപാടി വിളിച്ചിട്ട് ഉസ്താദന്മാർ എന്നെ പറയണ്ട, ഞങ്ങളെ കൊണ്ട് പാത്രം കഴിപ്പിക്കാൻ പറഞ്ഞിട്ട് ഉസ്താദ് പോയി എന്ന് പറയാനൊന്നും പറയാൻ നിൽക്കണ്ട. പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആ വീട്ടിന്റെ വൃത്തി. പെണ്ണിന് കഴിയുമെങ്കിൽ പെണ്ണ്, ആണിന് കഴിയുമെങ്കിൽ ആണ്, ചെറിയവർക്ക് കഴിയുമെങ്കിൽ അവർ, വലിയവർക്ക് കഴിയുമെങ്കിൽ അവർ. ആരെയും കാത്തിരിക്കേണ്ടതില്ല. പള്ളിയിൽ വീണ കാട്ടം പെറുക്കിയെടുക്കാന് മുഅദ്ദിൻ ഉസ്താദിനെ കാത്തു നിൽക്കുന്നവരുണ്ട്. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു വിളിക്കുന്ന കമ്മിറ്റിക്കാരുണ്ട്. ഇതെന്ത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതെന്ത് എന്ന് ചോദിക്കുമ്പോ തിരിച്ചു ചോദിക്കണം, നിങ്ങൾക്ക് എന്താ കണ്ണ് കാണുന്നില്ലേന്ന്. വേറെ പണി നോക്കിയിട്ട് വെക്കണം അപ്പുറത്ത്. വേറെ അങ്ങനെയല്ല, കണ്ടത് പെറുക്കിയെടുക്കല് അത് നമ്മുടെ ബാധ്യതയാണ്, അത് നമ്മുടെ കടമയാണ്, നമ്മളത് ചെയ്യണം. വീട്ടിലും അങ്ങനെ തന്നെ. എന്തെങ്കിലുമൊക്കെ മ്ലേച്ഛമായത് കണ്ട നീ എന്താ ഇങ്ങനെ അങ്ങനെ പറഞ്ഞ അവരെ ചീത്ത പറയാ, അവരെ ഉപ്പാനെ പറയാ. അങ്ങനെയൊന്നുമല്ല വേണ്ടത്. നമ്മളും കൂടി ചെയ്തു കൊടുക്കുക. ഭാര്യയോട് പറയാ, ഞാനും നീ ഒന്ന് 2 ബെഡ്റൂം നീ, ഹാളും കിച്ചനും നീ, അതും പുറവും ഉള്ളു ഞാന്. ഇങ്ങനെയൊക്കെ വിരിച്ചെടുത്ത് ഒന്നിച്ചോടി വൃത്തിയാക്കിയിട്ട് ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ചിരുന്ന് ദുആ ചെയ്ത്, ഒരുമിച്ചിരുന്ന് ദിക്റുകൾ ചൊല്ലി, അങ്ങനെയായാൽ ആ കുടുംബത്തിൽ അല്ലാഹു വലിയ ബറക്കത്തുകൾ ചൊരിയുമെന്നാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണം. നല്ല വൃത്തിയുണ്ടാകണം. ചില സ്ഥലത്തെല്ലാം പോയി നോക്കുമ്പോ പ്ലേറ്റ് 2 മാസം മുന്നേ കഴുകി വെച്ചത് അങ്ങനെ എടുത്തിട്ട് കൊടുക്കുന്നു ഉസ്താദിനെ, തങ്ങക്ക ആർക്കാണെങ്കിലും, ആണോ പെണ്ണ് ആരും അങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കുന്നു. അല്ല, കഴുകി വെക്കണം. മൗലിദിനെല്ലാം പോയടുത്ത് ചില പോരെല്ലാം കാണാ ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് വെക്കുന്നു. ഈത്തപ്പഴം ഇടം പറയുന്നത് ഈത്തപ്പഴത്തിനല്ലേ? അറിയാലേ ഈത്തപ്പഴം? എന്താ മുണ്ടുന്നില്ല? അർത്ഥാന്നില്ലേ? സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇത്രല്ലോ ഭാഷയിലും പറഞ്ഞിട്ട് അർത്ഥമില്ല, മനസ്സിലാകുന്നില്ല. അതാ പുള്ളർ എന്നെ ചെല്ലാൻ തുടങ്ങി. മനസ്സിലാകുന്നത് ഞങ്ങൾ ഓർക്ക് മനസ്സിലാകുന്നില്ല. ഈത്തപ്പഴം ഖൈറാൻ, ബഹുമാനിക്കപ്പെടേണ്ട ഒന്നാണ് ഈത്തപ്പഴം. വലിയ ആദരവുള്ളതാണ് ഈത്തപ്പഴം. ഹബീബ് തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, അല്ല റസൂലേ, ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവർക്ക് എന്ത് കൊടുക്കണം? ഹബീബ് തങ്ങൾ പറഞ്ഞു, അല്ലബനു വത്തംറു, ഈത്തപ്പഴം കാരക്കയും പാലുമാണ് കൊടുക്കേണ്ടത്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്ന ഗസ്റ്റുകൾക്ക്, അതിഥികൾക്ക് കൊടുക്കേണ്ടത് പാലും ഈത്തപ്പഴമാണ്, പാലും കാരക്കയുമാണ്. പാലും കാരക്കയും കൊടുക്കുക. വീട്ടിലേക്ക് വന്ന ഗസ്റ്റുകൾക്ക് കുടിക്കാൻ കൊടുക്കുക. അതിഥി സൽക്കാരം ഇസ്ലാമിന്റെ ഈമാനിന്റെ ഭാഗമാണ്. അതിഥി സൽക്കാരം എന്നുള്ളത് വന്നപാടെ ഹനഫികളൊക്കെ കൂടുതലുള്ള ഏരിയയിൽ കാണാം. ആദ്യം അവർ വെള്ളം, അതിന്റെ കൂടെ മധുര പലഹാരം, അതീത്തപ്പഴമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒന്ന്, അങ്ങനെയൊക്കെ വന്നപാടെ ഒഴിച്ചു കൊടുക്കുന്ന ചില വെള്ളമാണ്, അല്ലെങ്കിൽ നല്ല പാല്, ഇതെല്ലാം അവർ കൊടുക്കൽ. നമ്മളെ ഈ ഭാഗത്തല്ല എങ്ങനെയെന്ന് അറിയില്ല, ചില നാട്ടിലല്ല എങ്ങനെയെന്ന് ചോദിച്ചെങ്കിൽ കുടിക്കാനാകട്ട 11 ഒരു ദിക്ർ പോലെ ശരിക്കളൊക്കെ ആക്കുന്ന വിഷയത്തിലേ ഇല്ല. അല്ല, ഇരിക്കുന്ന കുടിക്കാനാക്കുന്നത് എന്താവും? 5 സ്റ്റാർ ഹോട്ടലിൽ പോയ പോലെ ചൂടാ, വാർലിക്സ, ബൂസ്റ്റ, ജ്യൂസ, കേക്ക് കണ്ടതിരിക്കൂടെ എല്ലാം ഫ്രഷ് റെഡി. ലാസ്റ്റ് പാലില്ല, ലിംബയില്ല, എന്തായി എന്തെങ്കിലും ഒരു വെള്ളം അഥവാ കാമണിക്കൂർ കാക്കണം. ഓന്റെ മംഗലം, ഓൻ ഗടിപിടിയിലുള്ള മംഗലം വിളിക്കാൻ പോന്നെ അർജന്റിലുള്ള ഇനി കാത്തിരുന്നെങ്കാവോ. ഈ വന്നപാടൻ അരമണിക്കൂർ ഡീറ്റെയിൽസ് കേൾക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പണി, ശമ്പളം എത്രയുണ്ട്? മംഗലം വിളിക്കാൻ പോയിട്ട് ഓന് ഗടിപിടിയിൽ ഭായ് നിന്നിടയിൽ ഓന്റെ ശമ്പളം അറിയണം. എത്ര പൊന്നിടുന്നു പെണ്ണിന്റെ പാർട്ടിക്കാരെന്ന് ചെല്ലിന ഇല്ലേ? ഓളെ ഇഞ്ഞാക്ക് എത്ര ഇട്ടിനെന്ന് അറിയോ? ഇവിടുത്തെ പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങൾ കുറെ ഉണ്ട് പെണ്ണുങ്ങൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ അങ്ങോട്ടല്ല അങ്ങനെയാണ്. എല്ലാം ചോദിച്ചിട്ട് ഡീറ്റെയിൽസ് പെറുക്കിയെടുത്തിട്ട് പിന്നെ കണക്ക് വെക്കുന്ന ഒരാൾക്ക് എല്ലാം അറിയണം. ആർക്ക് എത്ര ശമ്പളം ഉണ്ട്, എത്ര ഭരയുണ്ട്, ഏതെല്ലാം ഉണ്ട്, സ്വത്തുണ്ട്, എല്ലാം അറിയണം. അങ്ങനെ ചോദിച്ച് ചുഴിഞ്ഞന്വേഷണം നല്ലതല്ല. ഏതുമാകട്ടെ, ഗസ്റ്റുകൾക്ക് വന്നാൽ ആദ്യമായി എന്തെങ്കിലും അങ്ങനെ കൊടുക്കൽ, വെള്ളമോ പാലോ ഭക്ഷണമോ. ഹബീബ് തങ്ങൾ അതിന്റെ കൂടെ പറഞ്ഞതെല്ലാം പാലും കാരക്കയുമാണ് കൊടുക്കേണ്ടത്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഞ്ചാലടുത്ത് മൗലൂദിനെല്ലാം പോയെങ്കിൽ കാണാം കവിക്കല് ഗമ്മിട്ട പോലത്തെ ഈത്തപ്പഴം ഒന്നൊന്നിനെ പിടിച്ചിട്ട് വലിക്കണമെങ്കിൽ യുദ്ധന്നാക്കണം. അപ്പുറം ഇപ്പുറം പറ്റിയിട്ട് തമ്മിലെല്ലാം പറ്റിയിട്ട് തൊട്ടെങ്കിൽ കയ്യിലും മൂക്കിലും വായിലെല്ലാം.
അതിന്റെ മുകളിൽ അതിനെ സീർണിയാക്കാൻ വേണ്ടിട്ട് പഞ്ചാര പേർന്ന് സുറൂന്ന് രണ്ടാമത്. ഈ ഒരു ഈത്തപ്പഴത്തിന് എടുക്കാനേ കിട്ടുന്നില്ല. വലിച്ചു കുടിച്ചിട്ട് അത് പാക്കറ്റിൽ വന്നവനെ അട്ടി പോലെ കുത്തിയിട്ട് പൊടിയാക്കി ഇട്ടിട്ട് അതിന്റെ മുകൾക്ക് മറ്റേ പഞ്ചാരല്ല പേറിയിട്ട് ഇടുണ്ട്. അങ്ങനെ ഈത്തപ്പഴത്തിന്റെ മുകൾക്ക് പഞ്ചാര പേറിയിട്ട് ഉണ്ടാ ഇല്ല. ഭയങ്കര പേടിയുണ്ട് പെണ്ണുങ്ങളെ. ബേഞ്ചൊന്നും ഇല്ലാന്ന് ഉണ്ടെങ്കിൽ അപ്പുറത്ത് നാളെ പോയിട്ട് പെരക്കുവാണല്ല. ഏതായാലും ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. അങ്ങനെയല്ല, ആയിരങ്ങളും ലക്ഷങ്ങളും മുടക്കുന്നു. നല്ലൊരു ഈത്തപ്പഴം വാങ്ങാൻ മനസ്സ് കാണിക്കുന്നില്ല. നല്ല ഈത്തപ്പഴം അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് പാലാണ്. ഈ പാല് ചൂടാക്കുക എന്നെല്ലാം പറഞ്ഞ ഹൈന്ദവ സംസ്കാര വാസ്തുനിമിത്തമല്ല. പാല് ഹബീബ് തങ്ങൾ പറഞ്ഞ ഏറ്റവും നല്ല ഭക്ഷണമായ പാലാണ്. പാലാണ് ഏറ്റവും നല്ലത്. നാടൻ പാലാണ് അല്ലെ. നമ്മൾ ഈ പാക്കറ്റ് പാലുകളെ പറ്റി അങ്ങനെ പറയാൻ കഴിയുമെന്നറിയില്ല. നാടൻ പാലുകൾ നമ്മുടെ മക്കൾക്ക്, പെൺമക്കൾക്കൊക്കെ, കല്യാണപ്രായമെത്തിയ മക്കൾക്കൊക്കെ നാടൻ പാലുകൾ ഓരോ ഗ്ലാസെങ്കിലും ഓരോ ദിവസം കുടിപ്പിക്കുന്ന നല്ലതാണ്. കൈകാല് കടച്ചിലുകൾക്ക്, കാൽസ്യമിന്റെ കുറവുകൾക്ക്, മറ്റു പല രോഗങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും വളരെ ആശ്വാസമാണ് നാടൻ പാല്. നാടൻ പാല് കുടിക്കണം. ഇപ്പോൾ നമ്മളെ ഈ പുതിയ ആധുനിക മക്കളൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. ഏതുമാകട്ടെ പാല് നല്ലതാണ്, ഈത്തപ്പഴം നല്ലതാണ്. നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാളെ ഷുഗറിന്റെ ഓറെല്ലാം ഭാര്യ വലിച്ചിട്ട് ഉസ്താദ് പറഞ്ഞല്ല ഈത്തപ്പഴം കൊണ്ടാന്ന് പറഞ്ഞ് തിന്നാൻ നിൽക്കണ്ട. ആരോഗ്യമായി കൺട്രോൾ ചെയ്യുന്നവർ അവരാരുടെ കൺട്രോൾ പോലെ മുന്നോട്ട് പോകട്ടെ. ഏതുമാകട്ടെ വീട് വൃത്തിയാകണം, വീടിന്റെ പരിസരങ്ങൾ വൃത്തിയായിരിക്കണം, ബാത്റൂമുകൾ വൃത്തിയായിരിക്കണം. ബാത്റൂമുകളിലല്ല വസ്ത്രങ്ങൾ വെക്കേണ്ടത്. അങ്ങനെ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് ബാത്റൂമിൽ ഇടാം. 2 ദിവസം കഴിഞ്ഞ് അലക്കുമ്പോ ബാത്റൂമിൽ നിന്ന് കൊണ്ടുപോയിട്ട് അലക്കുക. സമ്പ്രദായം നല്ലതല്ല. മഹാന്മാര് പറയുന്നുണ്ട്, ഇബ്ലീസ് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ബാത്റൂമുകളിലിട്ട മനുഷ്യ വസ്ത്രങ്ങളിൽ അവർ കയറിക്കൂടുകയും അതിലവര് മൂത്രമൊഴിക്കുകയും അതിലവര് പെരുമാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ബാത്റൂമുകൾ ബ്രഷ് വെക്കേണ്ട ഇടമല്ല. ബാത്റൂമുകൾ ഡ്രസ്സുകൾ മാറ്റിയിടേണ്ട ഇടമല്ല. അതിന് ബാത്റൂമല്ല. വസ്ത്രം വെക്കേണ്ട ഇടം വേറെ, നമ്മൾ പല്ല് തേക്കാൻ ബ്രഷ് വെക്കേണ്ട ഇടം വേറെ. ഓരോന്നിനും ഓരോ ഇടങ്ങളുണ്ട്. ബാത്റൂമിൽ പോയി കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടുള്ളതല്ല. ബാത്റൂമിൽ പോയി എത്രയും പെട്ടെന്ന് ആവശ്യം പൂർത്തിയാക്കി അവിടെ നിന്ന് വരണം. ഇപ്പൊ ചില ആള് ടോയ്ലറ്റിലെല്ലാം പോയെങ്കിൽ വരുന്ന ശുദ്ധിയില്ല. വെള്ളളക്കണമെങ്കിൽ ആരെങ്കിലും ബാദലിക്ക് മുട്ടും എന്ന് പറഞ്ഞിട്ട് വെള്ളളക്കണമെങ്കിൽ ആരെങ്കിലും ബാദലിന് മുട്ടണം. പിന്നെ പള്ളിന്റെ ബാദലിൽ മുട്ടണമെന്നില്ല. മെല്ലെ നോക്കി എല്ലാം കാണുന്നു. ചില പള്ളിന്റെ മദ്രസിന്റെ എല്ലാം കക്കൂസെന്നെല്ലാം പറഞ്ഞെങ്കിൽ ബാദലില് വലിയ വലിയ തോള വലിയ വലിയ ഓട്ട പാട്ട ഉണ്ടെങ്കിൽ ബാധില്ല, ബാധി ഉണ്ടെങ്കിൽ പാട്ട ഇല്ല അല്ലെ. രണ്ടുണ്ടെങ്കിൽ വെള്ളമില്ല. ഇങ്ങനത്തെയാണ് ചില സ്ഥലത്തെല്ലാം. മെല്ലെ നോക്കിയെങ്കിൽ കക്കൂസിന്റെ അപ്പുറത്തെ ഫരണ്ടോന്റെ കക്കൂസും കാണുന്ന പോലത്തെ. ഇവിടെയൊന്നും അങ്ങനെ ഉണ്ടാവൂല. അത്രയും വൃത്തിഹീനമാണ്. അല്ല, പള്ളി പോലെ വൃത്തിയാക്കണം ബാത്റൂമുകൾ, കക്കൂസുകൾ. എന്തിനാണ്? ഈ പള്ളിയിൽ വരുന്നവരുടെ മേത്ത് നജസ് ഉണ്ടാവരുത്. ഇമാമു ജമാഅത്ത് നഷ്ടപ്പെടാൻ, നിസ്കാരം നഷ്ടപ്പെടാൻ അത് കാരണമാകുന്നു. അങ്ങനെയാണ്. ഏതുമാകട്ടെ ബാത്റൂമിലെല്ലാം പോയെങ്കിൽ ചില ആളിങ്ങനെ വാട്സപ്പില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാമില് നല്ല ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ ചേർന്ന് പുതിയ ഐഡിയ അവർ ഞങ്ങാടന്നെ വിത്തിരിക്കണോ ഉസ്താദ്, അത്ര സമാധാനമാണ്. കക്കൂസിൽ പോയിട്ട് പുതിയ ഡിജിറ്റൽ ഐഡിയ 4G 5G ഓവർടേക്ക് ആക്കി ഐഡിയ എല്ലാം കിട്ടുന്ന കക്കൂസിൽ ഇരുന്നെങ്കിൽ. എന്റെ ഇടയ്ക്ക് ഒരാളായിട്ട് കക്കൂസിലോ എന്താ മൊബൈലും ഉണ്ടോന്നേന്ന് കക്കൂസിലോന്ന്. അപ്പൊ അയാൾ വേറെ ആരും മര്യാദക്ക് സമാധാനത്തിൽ ഇരുന്നിട്ട് ആരും കാണാത്ത പോലെ ഒത്താനേതായാലും വന്നില്ല. കക്കൂസിലും അതിന് ആരും അപ്പുറത്തൊന്നും എത്തി നോക്കാനില്ലല്ലേ. ഏതായിട്ട് അങ്ങനെയൊന്നും അവരുത്. ബാത്റൂമിൽ പോയാ പെട്ടെന്ന് തിരിച്ചു വരണം. പെണ്ണുങ്ങളെല്ലാം ചിലളിങ്ങനെ കുളിച്ചിട്ടായിട്ട് രണ്ടാമതും സുറൂന്ന് നീയെത്തിച്ചിട്ട് വലിയ അശുദ്ധി ഓക്ക് മാത്രം ദുനിയാവില് വലിയ അശുദ്ധി. അതിനെ വേറെല്ലാവർക്കും അശുദ്ധിയാവാത്ത പോലെ പിന്നെയും കുളിക്കുന്ന ആളുകൾ. വസ്വാസുകൾ നല്ലതല്ല. വൃത്തിയുണ്ടാകണം. വൃത്തി എന്ന് പറഞ്ഞാ വസ്വാസ എല്ലാ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ല. തോർത്തിയിട്ട് കഴിഞ്ഞിട്ട് സുറൂന്ന് രണ്ടാമത് സുറൂന്ന് തോർത്ത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഇതെന്താ നിസ്കാരത്തിന്റെ പല ഷർത്തും പറലൊന്നും ഇല്ല തോർത്തേന്. മൂത്രവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണമെന്നുള്ളതല്ലാതെ മൂത്രത്തെടിയെ വരച്ച് തേക്കാൻ പാടില്ല എന്നുള്ളതല്ലാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്വാസല്ല, പിന്നെ സൂക്ഷ്മതയാണ്, വൃത്തിയാണ്. വീടും പരിസരവും വൃത്തിയാക്കണം. കക്കൂസുകൾ വൃത്തിയായി സൂക്ഷിക്കണം. എവിടെയും വെള്ളം തുറന്നു വെക്കാൻ പാടില്ല. വൃത്തിയുടെ ഭാഗമാണ്. നിങ്ങൾ പാത്രങ്ങൾ തുറന്നു വെക്കരുത്. അത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണമാണെങ്കിലും
തുറന്നിട്ട് വെക്കരുത്. അതിനെ ബന്ദ് ചെയ്തിട്ടേ വെക്കാൻ പാടുള്ളൂ. നല്ലതാണ്. ഭക്ഷണങ്ങൾ, കറികൾ, വെള്ളം അത് കുടിക്കാനോ കുളിക്കാനോ ഉള്ളതാണെങ്കിൽ പോലും തുറന്നു വെക്കാതിരിക്കൽ നല്ലതാണ്. തുറന്നു വെക്കപ്പെട്ട സകലതിലും ശൈത്താൻ കുടിപാർക്കുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളൊക്കെ തൽബീസുൽ ഇബ്ലീസിലൊക്കെയുണ്ട്. ശൈത്താൻ അതുമായി പെരുമാറുന്നു, ശൈത്താൻ അതുമായി ഇടകലർത്തുന്നു. ശൈത്താൻ അതിൽ പല വിഷയങ്ങളിലും, ആ വെള്ളത്തില്, ആ ഭക്ഷണത്തില്, ആ കറിയില്. അതാണ് ഭക്ഷണം നേരത്തെ കൊണ്ടുപോയി വെക്കണ്ട. ഇരുന്ന ഭക്ഷണത്തിനുള്ള ബഹുമാനം, ആളുകൾ ഇരുന്ന ശേഷം ഫുഡ് കൊണ്ടുപോയി വെക്കലാണ് അതിന്റെ ബഹുമാനം എന്ന് പറഞ്ഞതും. അതിന്റെ കൂട്ടത്തിൽ അതിനെ മൂടി വെക്കാതിരുന്നാൽ ആ മൂടി വെക്കാത്ത ഭക്ഷണത്തിന്റെ ബറക്കത്ത് കുറയുന്നത് ശൈത്താനിന്റെ പെരുമാറ്റം കൊണ്ടാണ്. മൂടി വെക്കാത്തത് ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ്. മൂടി വെക്കണം എല്ലാത്തിനും. പെണ്ണുങ്ങളാണുങ്ങളൊക്കെ സൂക്ഷിക്കുക. പാലാണെങ്കിലും വെള്ളാണെങ്കിലും കുടിക്കുന്നതാണെങ്കിലും കുളിക്കുന്നതാണെങ്കിലും എല്ലാം മൂടി വെക്കുക എന്നുള്ളത് നല്ല സമ്പ്രദായമാണ്. അതൊരു വൃത്തിയുടെ ഭാഗവുമാണ്, കാവലിന്റെ ഭാഗവുമാണ്. അല്ലാഹുവേ നമുക്കെല്ലാവർക്കും ഖൈർ നൽകണം. ഏതുമാകട്ടെ നല്ല വൃത്തിയുണ്ടാകണം. വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായി, ഇടക്കടയൊക്കെ കുന്തിരിക്കുമ്പോ വീടും പരിസരമൊന്നും വൃത്തിയില്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഉണ്ടാവൂല. മഗ്‌രിബിനോട് അടുക്കുന്ന സമയത്ത് വീടിന്റെ വാതിലുകൾ അടച്ചിടുക. രാവിലെ നേരത്ത് തഹജ്ജുദിന്റെ വേളയിൽ സ്വർഗത്തിന്റെ കാറ്റടിച്ച് വീശുന്ന നേരങ്ങളിൽ വീട്ടിന്റെ ജനാലകളും വാതിലുകളും തുറന്നിട്ട് വെക്കുക. സ്വർഗീയ സുഗാഡംബരം അടിച്ചു വീശുന്ന ആ പ്രഭാത സമയമാ തഹജ്ജുദിന്റെ വേളയുടെ കാറ്റ് നമ്മുടെ വീടുകളും കയറി ഇറങ്ങട്ടെ. ഖൈറാണ്, ബറക്കത്താണ്, റഹ്മത്താണ്. അതൊന്നും റെഡിയില്ല. പോനെ തകിട് കൊണ്ടുവരുന്ന പൂക്കുന്ന ഒരു ജാതി. അതുകൊണ്ട് മാത്രമായോ? വേണ്ടാന്നൊന്നും നമ്മൾ പറയുന്നില്ല. ആവശ്യമുള്ളത്രയൊക്കെ കൊണ്ടുവന്നോളി. ഇതിന്റെ ഇടയ്ക്ക് ഒരാള് ഭയങ്കര ബേജാറ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്റെ ബേജാറ് എന്തില്ല ഉസ്താദ്? പിന്നെ ആയും എന്ത് ബേജാറ് ഉസ്താദ്? എന്റെ വൈഫിന്റെ എന്റെ ഭാര്യന്റെ ഒരു ജിന്നുണ്ടായി. ഈ ജിന്നിനെ വേറെ റീസ്മുന്റെ ആള് കട്ടോണ്ട് പോയി ഉസ്താദ്. അയാളെ ബേജാറുണ്ട്. എങ്ങനത്തെല്ലാം ബേജാറ്? എന്നിട്ട് അയാളെ ഭാര്യക്ക് ഇവിടെ നോക്കിയിട്ട് ഒരു ജിന്നുണ്ടായി. അതിനെ വേറെ ഇസ്മുന്റെ ആള് വന്നിട്ട് എന്തെല്ലാം തകട വകടാക്കിയിട്ട് അയാൾ കട്ടോണ്ട് പോയി നീന്നു. അപ്പൊ എങ്ങനത്തെല്ലാം കട്ടോണ്ട് പോകുന്നുണ്ട്? പണ്ടല്ല പൊന്ന് കക്കുന്ന മറ്റേത് കക്കുന്നതിനെ കെട്ടി ജിന്ന് കക്കുന്നതല്ല അല്ലെ? ഇങ്ങനത്തെ അവസ്ഥയാണ്. ഇന്ന് പലതുമാണ് അന്ധവിശ്വാസങ്ങൾ. വിശ്വാസിക്കേണ്ടത് ദിക്ർ ഹൽഖ മജ്ലിസുകൾ നന്മയാണ്, ശാന്തിയാണ്, സമാധാനമാണ്, ഖൈറാണ്, ബറക്കത്താണ്. അതിലൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ മുട്ട കണ്ടെങ്ങനെയായി ആർട്ടവയിലാവും അല്ലെ? മുട്ടയുടെ പണ്ട് ആരെന്നോ കയ്യിൽ നിന്ന് പിള്ളേരെ വീട്ട് കിട്ടിയ മുട്ട പറമ്പിന്റെ മുറ്റത്ത് കിട്ടിയുമായി പിറ്റം തന്നെ തുടങ്ങും. നെഞ്ഞ് വലിച്ച പോലാന്ന്, കൈ കാലിന് അടിയിൽ വലിച്ച പോലാന്ന്, മുകളിൽ കത്തിയ പോലാന്ന്. എന്തുമില്ല. ഈ രൂപത്തിലാവരുത്. സംശയങ്ങൾ, സംശയരോഗങ്ങളാവരുത്. ഏതുമാകട്ടെ വീട് വൃത്തിയാക്കുക, വീടിന്റെ പരിസരം വൃത്തിയാക്കുക, തടി വൃത്തിയോടെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാണുന്നിടത്ത് എന്തൊക്കെ മേക്കപ്പാണ്, മുഖത്ത് എന്തൊക്കെയാണ് വാരി വലിച്ച് തേക്കാനുള്ളത്. വെളുത്തിട്ട് പാറാന്നെല്ലാം തേർച്ചാൾക്ക് തേച്ച് വെളുത്ത് നോക്കുമ്പോ ഒറ്റ കിഡ്നി അങ്ങ് അടിച്ചുപോയി, ലിവർ അങ്ങ് അടിച്ചുപോയി. ഈ രൂപത്തിലുള്ള കെമിക്കൽ മിശ്രിതമായ പല വസ്തുക്കളും ഇന്ന് മാർക്കറ്റിലുണ്ട്. ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ അതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യണം. സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞ് ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, സൗന്ദര്യം റബ്ബിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വെളുപ്പിഷ്ടമാണെന്നല്ല. ഉള്ളും പുറവും വൃത്തിയാക്കുക, ഖൽബ് ശുദ്ധമാക്കുക, തടി വെടുപ്പോടെ സൂക്ഷിക്കുക, നല്ല വൃത്തി ഉണ്ടാകുക എന്നുള്ളതാണ്. വെളുത്തിട്ട് കിഡ്നി പോയോൻ, മുഖം വെളുത്തിട്ട് എന്ത് കാര്യം? ലിവർ അടിച്ചു പോയോൻ. രാത്രിയെല്ലാം ചില ബാലക്കാറ് പിള്ളറ, ബാലക്കാറ്റ് പിള്ളറ ഉറക്കുന്ന വിറ്റ് എണിച്ചിട്ട് വന്നെങ്കിൽ ആർട്ട് ബാധ്യമുള്ളവർ ബ്ലോക്ക് ഫൈലായിട്ട് പോകും. അങ്ങനത്തല്ല, തേച്ച് വലിച്ചിട്ടല്ല ഭാര്യ വലിച്ചിട്ട് അല്ലെ? 10 ദിവസം കൊണ്ട് വെളുക്കാൻ, 5 ദിവസം കൊണ്ട് വെളുക്കാൻ. ഇന്നതെല്ലാം പണ്ടെല്ലാം ചെറുപ്പകാലത്തെല്ലാം ഉണ്ടായ ചില ആളുകൾ വീല് സോപ്പിട്ടിട്ട് ചേരിയിൽ, മറ്റേ തേങ്ങാന്റെ ചേരിയിൽ 40 വരച്ചെങ്കിൽ വെളുക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ടായ കാലം ഉണ്ടായിരുന്നു. അന്ന് പരവധി അല്ലെ? അങ്ങനെ ചെറുപ്പത്തില് ഇങ്ങനെ കുറെ കുറി ഇങ്ങനെ നെറ്റിയിൽ ഉಗುರು കൊണ്ട് വരച്ചിട്ട് ചോര വന്നെങ്കിൽ അള്ളാനെ കാണുന്നെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ പണ്ടിങ്ങനെ കുത്തിയിട്ട് വലിച്ച ആളുകളൊക്കെ ഉണ്ടായത്. അള്ളാനെ കാണുന്നത് അങ്ങനെ ആരോഗ്യം പറഞ്ഞു വിട്ടിട്ട് അങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനെ പരമ്പരയായിട്ട് പണ്ടുള്ള പെണ്ണുങ്ങളെല്ലാം പറയലുണ്ടായിരുന്നു, തേങ്ങ തിന്നങ്ങ മങ്ങത്തിന് മഴ വരുന്നു അല്ലെ? തേങ്ങ തിന്നങ്ങ മങ്ങത്തിന് മഴ വരുന്നു. അപ്പൊ അതിന്റെ കഥ അന്വേഷിച്ച് നോക്കുമ്പോ പണ്ട് ഈ തേങ്ങ തന്നെയല്ലേ ഇസ്മിനെല്ലാം ഉപയോഗിക്കുന്ന തേങ്ങ അല്ലേ? ഇസ്മിനല്ലേ തേങ്ങ ഇടുന്നത്?
പിന്നെ കറിക്കാ ഇപ്പൊ കറിനാട്ടി യാറെ പോന്നീസ് മുനി തേങ്ങ എല്ലാം അപ്പൊ ഈ തേങ്ങ പണ്ട് പൈസക്കാരന്റെ പേരിൽ മാത്രം തേങ്ങ ഉണ്ടായ തേങ്ങന്റെ ചാറ് വെക്കുന്നില്ലെങ്കിൽ വലിയ വിശേഷം. അതൊരു മംഗളത്തിനാ മൗലൂദിനാ റാത്തീബിനാ തേങ്ങന്റെ ഒരു ചാറ് വെച്ചെങ്കിടി നാടിടി മണക്കുന്ന പോലത്തെ ചാറ്. പാപത്തിന്റെ ഒന്നും തേങ്ങ എന്തില്ല. പാവങ്ങളെ പെരക്കി എപ്പോഴെങ്കിലും ഒരു തേങ്ങ മാസത്തിലൊരു തേങ്ങ ഇട്ട് കൊണ്ടുവന്നിട്ട് പണ്ട് പെണ്ണുപിള്ളേർക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഉമ്മ തേങ്ങ ചേർക്കുമ്പോ മെല്ലെ എടുത്ത് എണിച്ചോണ്ട് പോയിട്ട് ബായ്ക്ക് ഇട്ടിട്ട് ഒരു പോകും. അപ്പൊ ഇതിനെ നിർത്താൻ എന്തെന്താക്കിയെങ്കിലും പെണ്ണുപിള്ളേർക്ക് ഈ തേങ്ങ എന്നെല്ലാം പറഞ്ഞെങ്കിൽ ചില ആൾക്ക് ഒരു ഹരാന്ന്. നിങ്ങൾ ഈ ബീഡി വലിക്കുന്ന ആൾക്ക് സിഗരറ്റ് കൊടുത്തിട്ട് കാര്യമില്ല.